ഇവരുടെയൊക്കെ പ്രശ്നമെന്ന് പറയുന്നത് ഇവരുടെയൊക്കെ പേരൻസ് ആണെങ്കിലും ഗ്രാൻഡ് പേരൻസും ഒക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലും പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളിലും ജോലി ചെയ്യുന്നവനായിരുന്നു. ഉണ്ടായിരിക്കുന്ന പ്രതിഭാസം എന്ന് പറഞ്ഞ റിസർവേഷനുമായി ബന്ധപ്പെട്ട് ഇവരുടെ മക്കൾക്കോ ഇവരുടെ കൊച്ചുമക്കൾക്കോ ഇനി അവർക്കറിയാം ഈ പോക്കാണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിലോ ഇന്ത്യയുടെ മറ്റുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോ ഇവർക്ക് ഗവൺമെൻറ് ബ്യൂറോക്രസിയിൽ തൊഴിൽ കിട്ടാൻ പാടാണ്. കാരണം റിസർവേഷൻ്റെ അകത്ത് ഈ പറയുന്ന അപ്പർ കാസ്റ്റും ഈ പറയുന്ന റിസർവേഷൻ ഇല്ലാത്ത കമ്മ്യൂണിറ്റി എൻട്രി ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അതുമല്ല മറ്റൊരു ഘടകമുണ്ട്. കാരണം ഇവർക്ക് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല. കാരണം മെറിറ്റിൽ വരുന്നില്ല. കാരണം മറ്റ് പല റിസർവേഷനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ പല സുപ്രീം കോർട്ടിൻ്റെ ഓർഡറുണ്ട് 50% കൂടുതലാകരുത്. ഇതൊന്നും ഒരു സ്റ്റേറ്റിനും പാലിക്കാൻ പറ്റുന്നില്ല. കാരണം വോട്ട് ബാങ്കുമായിട്ടും മറ്റ് പല പ്രക്ഷോഭങ്ങളും മഹാരാഷ്ട്രയിൽ അവസാനം ഈ കാസ്റ്റുമായി ബന്ധപ്പെട്ട് റിസർവേഷനുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രക്ഷോഭം നടന്നു. അപ്പോൾ ഓരോ സ്റ്റേറ്റുകളും ഇവർ ഈ BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളാണെങ്കിൽ തന്നെയും ഇവരൊക്കെ റിസർവേഷൻ പല രീതിയിൽ പല ആൾക്കാർക്ക് കൊടുത്തതിൻ്റെ പേരിൽ കാസ്റ്റുണ്ട്, സബ് കാസ്റ്റുണ്ട്. പല OBCയിലുള്ളവർ പറയുന്നു അവർക്ക് ട്രൈബലിലോട്ട് പോകണം, അതിലോട്ട് പോകണം, കാരണം അതിനകത്ത് റിസർവേഷൻ കൂടുതലാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം മണിപ്പൂരിലുണ്ടായ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ഹൈക്കോടതി ജഡ്ജ് കാണിച്ച അബദ്ധത്തിലാണ് മണിപ്പൂർ കത്തുന്നത്. ഇന്നും ആ സംഭവം മാറിയിട്ടില്ല. കാരണം ഇന്ത്യയിൽ തൊട്ട് കളിക്കാൻ പറ്റിയ വിഷയമല്ല റിസർവേഷൻ എന്ന് പറയുന്നത്. കാരണം അത് ഗ്രാജുവൽ പ്രോസസ്സിൽ മാറ്റാം. ആ രീതിയിലാണ് റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടിയും BJP ഒക്കെ അധികാരത്തിൽ വരുന്നത്. പക്ഷേ ഈ റിസർവേഷനായിട്ടോ അതായത് ക്യാമ്പസുകളിൽ ഡിസ്ക്രിമിനേഷൻ ഈ സംഭവങ്ങൾ UGCയുടെ പുതിയ ഡ്രാഫ്റ്റുമായിട്ടൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ ഇത് ഫർദറായിട്ട് എസ്കലേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവമൊന്നുമല്ല. ഇവിടുത്തെ ഇന്ത്യയിലെ അപ്പർ കാസ്റ്റിനകത്ത് മോദി ഗവൺമെൻറ് എന്താണ് ഇവർ പ്രതീക്ഷിച്ചത്, ഇതിലോട്ടൊന്നും കാര്യങ്ങൾ പോകുന്നില്ല. കാരണം ഇവരുടെ തൊഴിലവസരം കുറയുന്നു, ഇവരുടെ ഓപ്പർച്യൂണിറ്റി കുറയുന്നു. കാരണം ഇവരുടെ കുട്ടികളൊന്നും ഇവിടെ നിൽക്കുന്നില്ല, വിദേശ രാജ്യങ്ങളിൽ പോകുന്നു. ഇവർ ഭൂരിഭാഗവും മൈഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു.